നമുക്കിന്ന് ഒരു സ്റ്റുഡൻ്റ് എന്താണ് എന്ന് നോക്കാം. ഒരു ഗുരുവിൻ്റെ റോൾ എന്താണ് എന്ന് നോക്കാം. കുഞ്ഞുങ്ങൾ എപ്പോഴും സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്ലേ? അവർ പഠിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുപോലെ മാതാപിതാക്കൾക്ക് അവർക്ക് മാതാപിതാക്കൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഭക്ഷണമായാലും വെള്ളമായാലും അറിവായാലും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവർ ഒരു പ്രത്യേക തലത്തിലേക്ക് അവർ സ്വയം പ്രാപ്തിയിലേക്ക് ഉയരുന്നത് വരെ, ഉയർന്നാൽ പോലും മാതാപിതാക്കൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഒരു മാതാവ് കുഞ്ഞിന് നൽകുന്ന അറിവും അതുപോലെ തന്നെ അവളോ വളരാൻ വേണ്ടി നൽകുന്ന അതുപോലെ തന്നെയാണ് ഗുരുവും ശിഷ്യന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ശിഷ്യൻ ഡിസൈപ്പിൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു, അറിവ് സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ അറിവ് ലഭ്യമായി അത് സ്വയം പര്യാപ്തതയിലേക്കും അറിവിന് വെളിച്ചം നൽകി അത് മികച്ച ഒരു തലത്തിലേക്ക് ഉയരുകയും ചെയ്തതിന് ശേഷം അവരെ ഗുരു മാറ്റി നിർത്തുന്നു എന്ന് വിചാരിക്കാനായിട്ട് പറ്റില്ല. ഒരു ഹോളി തലത്തിലെത്തിയ ഗുരുക്കന്മാർ പിന്നെയും അവരെ വീണ്ടും പരിണാമത്തിലേക്ക്, അതുപോലെ തന്നെ അവരുടെ അറിവിലേക്ക് ആന്തരിക ചോദനകളെ പ്രകാശപ്പെടുത്താനായിട്ട് ഗുരു സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഗുരു ശരീരത്തിൽ വേണമെന്ന് നിർബന്ധമില്ല. ഗുരു എത്ര അകലെയാണെങ്കിലും ശിഷ്യനെ ഊർജവുമായി ബന്ധപ്പെടുത്തി ശിഷ്യന് വേണ്ട ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ കൂടുതൽ പുതിയ കാലഘട്ടങ്ങളുടെ കാര്യങ്ങൾ, മാറി വരുന്ന കാലഘട്ടങ്ങളുടെ വ്യത്യസ്തമായ രീതികൾ ഒക്കെ ഗുരു വേറെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ശിഷ്യരിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഗുരു ഒരു സൂര്യനെ പോലെയാണ്, ശിഷ്യർ ഒരു ചന്ദ്രനെ പോലെയാണ്. വെളിച്ചം ലഭ്യമായിക്കൊണ്ട് അത് മനോഹരമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഗുരുവിനെ കുറിച്ച് ഗുരു വിദ്യാർത്ഥികളുടെ ലെവല് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഗുരുക്കന്മാർ. അവരെ ഏത് തലത്തിൽ ചിന്തിക്കുന്നു, അവർ എത്രമാത്രം മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരാണ്, അവർക്ക് എന്തൊക്കെ രീതികളാണ് പഠിപ്പിക്കേണ്ടത്, ഇതൊക്കെ ഗുരുവിനെ വ്യക്തമായിട്ട് അറിയാം. ഓരോ ചലനങ്ങളിൽ നിന്നും ഗുരു അത് വ്യക്തമായി മനസ്സിലാക്കിയെടുക്കുന്നു. അതിനനുസരിച്ചായിരിക്കും ഗുരു വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ നൽകുക. അങ്ങനെ അത് അവർ വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് അതിൻ്റെ ലെവല് കൂട്ടി വന്ന് അവരെ കൂടുതൽ അറിവിലേക്ക് നയിക്കുന്നു. നാം സ്വീകരിക്കുക എന്നുള്ളതാണ് ഗുരു നമുക്ക് തരുന്നത്. നാം സ്വീകരിക്കാൻ തയ്യാറാവുക, ഒരു നല്ല വിദ്യാർത്ഥിയായിരിക്കാൻ ശ്രമിക്കുക എന്നും. നാം പരിപൂർണതയിലേക്ക് എത്തുക എന്ന് പറയുന്നതിന് അത് ബിയോണ്ട് അവർ തോട്ട്സ്, അത് സർവവ്യാപിയായി നിൽക്കുന്ന ഇവിടുത്തെ ഉന്നതമായ ഊർജ്ജതലത്തിന് മാത്രമേ ആ അവസ്ഥകളുള്ളൂ. അല്ലെങ്കിൽ ആ തലത്തിലേക്ക് നമ്മിൽ നിന്നും നിലനിൽക്കുന്ന ഊർജ്ജവിശേഷത്തിൻ്റെയും മുകളിലായി പല ലെയറുകളിലായിട്ട് അറിവിൻ്റെ വിശേഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അത് എക്സ്ട്രീം, അതിൻ്റെ പരമമായ സത്യത്തിലേക്ക് ഗുരു എത്തുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് സർവേശ്വരൻ്റെ ഒരു അറിവിൻ്റെ തലം വേറെ തന്നെയുണ്ട്. ഗുരു അവിടെയും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി അവസാനം അത് ഈശ്വരീയമായ പലതവണ ജീവിതത്തിൽ വർത്തെടുത്താലും പിന്നീട് അവസാനം അത് ഈശ്വരീയതയുമായിട്ട് വിലയം പ്രാപിക്കുന്നു. ഗുരു സൂര്യനെ പോലെയാണ്. നമുക്കെപ്പോഴും അത് ന്യൂട്രിയൻസ്, ഊർജം, നമുക്ക് വളരാനുള്ള ശക്തി നമ്മളെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഒരു പ്രത്യേകമായ ആവശ്യത്തിനല്ല ഒരു ശിഷ്യനെ വളർത്തിക്കൊണ്ടുവരിക. ആ ശിഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് ഗുരുവിൻ്റെ ലക്ഷ്യം. സത്യമായ ഗുരുക്കന്മാർ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ഗുരുവിൻ്റെ ആവശ്യത്തിനല്ല, ശിഷ്യന് വേണ്ടി ഗുരു ജീവിക്കുന്നു എന്ന് പറയാം. ഗുരു ശിഷ്യനെ തിരഞ്ഞെടുക്കുന്നു എന്നും പറയും. ശരീരത്തിലില്ലെങ്കിലും നാം ഏത് പാഠ്യപദ്ധതിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്,
ആ പാഠ്യപദ്ധതിയുടെ ഗുരു നമ്മെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗുരുവിനെ നാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, നാം കുറേ വായിച്ചു അറിഞ്ഞു പഠിച്ചു ഞാനൊരു ഗുരുവായി തീർന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ, അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. നാം ഒരു ഗുരു സിൻഡ്രോം ബാധിച്ചവരാവാൻ പാടില്ല. അത് രോഗം പോലെ ഗുരു എന്ന് തോന്നുന്നതൊക്കെ ഗുരുവിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ഈശ്വരന് തുല്യമായൊരു തലത്തിലേക്ക്, ഈ ഒരു പ്രകാശത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. നാമൊക്കെ വിദ്യാർത്ഥികളാണ് എന്ന് തിരിച്ചറിയുക. പല ആളുകളും ഗുരുക്കന്മാരായിട്ട് തീരുന്നത് കണ്ടിട്ടുണ്ട്. അത് അവരുടെ കുറവല്ല. ആക്ച്വലി അവർ ആ ഗുരു എന്നുള്ള തലത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായി ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഗുരുവിനെ നാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഗുരു നമുക്കനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഗുരു ആ തലത്തിലാണെന്ന് സങ്കല്പിക്കരുത്. ഗുരു അതിനൊക്കെ മുകളിലാണ്. എല്ലാവർക്കും ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഗുരുക്കന്മാരൊക്കെ എപ്പോഴും വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ചതായിരിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ്. മാതാപിതാക്കൾ മക്കൾ പഠിച്ച് വളർന്ന് മനസ്സിലാക്കി ലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗുരുവും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നു. In the name of my master Mahatma Chawak Baksui and my Charlotte Anders and all the gurus and saints and sannyasis, holy masters, ഈ ലോകത്തിലുള്ള എല്ലാ ഗുരുപരമ്പരകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവരുടെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾക്കൊരു നല്ല ദിവസം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മികച്ചതാവട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മികച്ചതാവട്ടെ. എൻ്റെ ഗുരുവിൻ്റെ ശക്തി നിങ്ങളിലൂടെ ഒഴുകട്ടെ. നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. യോഗ പ്രാണവിദ്യയുടെ ഇൻസ്ട്രക്ടറാണ് ഞാൻ. ഇന്ത്യയിലും വിദേശത്തു നിന്നുമുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എനിക്കിവിടെ തൃശ്ശൂർ ഒരു സെൻ്ററുണ്ട്. മാത്രമല്ല ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് എന്ന് പറയുന്ന കൊൽക്കത്തയിൽ കേന്ദ്ര സ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യയിലെ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഫൗണ്ടേഷനുകൾക്ക് ഷാർലറ്റ് മാസ്റ്ററുടെ ടീച്ചിങ് സമ്പ്രദായത്തെ വളരെ പ്യൂരിറ്റിയോടുകൂടി നിലനിർത്താനായി തയ്യാറാക്കിയ ഫൗണ്ടേഷൻ ഇന്ന് ലോകവ്യാപകമായി പ്രവർത്തിച്ചു വരുന്നു. അത് വളർന്ന് ഒരു മരമായിരിക്കുന്നു. ഇനി അതിൽ നിന്നും കായ്കനികൾ വീണ് പഴങ്ങൾ വന്ന് അതിലത്തെ വിത്തുകൾ വളർന്ന് അതൊരു കാടായി തീരേണ്ടതുണ്ട്. നാം അതിനു വേണ്ടി നാം ശ്രമിക്കണം. എല്ലാ ട്രെയിനേഴ്സും ഈ പാരമ്പര്യത്തിലെ യോഗ പ്രാണവിദ്യയിലെ ഡിവൈൻ ഇൻസ്ട്രക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ വളരുകയല്ല, അവരെ ചുറ്റുമുള്ളവരെയും വളരാനായിട്ട് അനുവദിക്കണം. വിത്തുകൾ വിതറേണ്ടതുണ്ട്. മാസ്റ്റർ അവസാനം പറഞ്ഞ 3 വാചകം ഇതാണ്: പ്രാക്ടീസ് ഡിലിജൻ്റ്ലി, പ്യൂരിഫൈ യുവർ സെൽഫ്. നമ്മൾ ഈ ആധ്യാത്മിക പരിശീലനങ്ങളൊക്കെ നടത്തുമ്പോൾ നാം പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറേ അഹങ്കാരങ്ങളും അറിവില്ലായ്മയും മാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ വൈകല്യങ്ങൾ മാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്യൂരിഫൈ യുവർ സെൽഫ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്പ്രെഡ് ദി ടെക്നിക്ക്. ഇത് നാം ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ഗുരുക്കന്മാരൊക്കെയുള്ള ഭാഗത്തേക്കൊക്കെ എത്താനായിട്ട് നാം യാത്ര തിരിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ധാരാളം വിത്തുകൾ മുളയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.